പടച്ചറപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ആരാ നമുക്ക് വേണ്ടത്? നമ്മളെക്കാളും വലിയ ഭാഗ്യവാനാരാ? നമ്മളെക്കാളും വലിയ ഭാഗ്യവാനാരാ? അല്ലാഹുവേ, നമ്മളെ സ്നേഹിക്കുന്നത് ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പാ. ആ നേട്ടം കെട്ടാന് പള്ളി കെട്ടിക്കൊടുക്കുന്നതിന്റെ പ്രതിഫലമല്ല, 5 നേരം നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല, സമ്പാദിച്ച പണം പാവങ്ങൾ കൊടുക്കുന്നവന്റെ പ്രതിഫലമല്ല, സ്വലാത്തുകളും ദിക്റുകളും പറയുന്നവന്റെ പ്രതിഫലമല്ല, തഹജ്ജുദ് നിസ്കരിക്കുന്നവന്റെ പ്രതിഫലമല്ല, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവന്റെ പ്രതിഫലമല്ല. തന്റെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങളും അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. അങ്ങനെ പരമേൽപ്പിക്കണമെങ്കിൽ എല്ലാവർക്കും കഴിയൂല. അങ്ങനെ കഴിയണമെങ്കിൽ അവൻ അല്ലാഹുമായിട്ടൊരു ബന്ധമുണ്ടാകണം. പടച്ചറപ്പാരാണെന്നവൻ അറിയണം, പടച്ചറപ്പാരാണെന്നവൻ പഠിക്കണം, അല്ലാഹുവിനെ കുറിച്ച് അവൻ മനസ്സിലാക്കണം, അല്ലാഹുവിന് ഒരു വിശ്വാസമുണ്ടാകണം. അങ്ങനെ ഒരു സ്നേഹം വരുമ്പോ എല്ലാവരും പറയുമല്ലോ, ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ മറ്റുള്ള ഒരാളോട് ഷെയർ ചെയ്താ സമാധാനം കിട്ടുമെന്ന് പറയുമല്ലോ. എങ്കിലും പറയേണ്ടതാരോടാ? പരിഹരിക്കാൻ കഴിവുള്ള, എത്ര വലിയ വിഷയവും പരിഹരിക്കാൻ കഴിവുള്ള പടച്ച റബ്ബിനോടാ. അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, റബ്ബിനെ പരമേൽപ്പിച്ചാൽ, അല്ലാഹുവിനോട് എല്ലാ കാര്യങ്ങളും, തൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ പരമേൽപ്പിച്ചാൽ ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു അവനെ ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്ത് പറഞ്ഞാലാ? ഇപ്പോഴും മോളിലല്ലേ? തവക്കൽത്ത് വലല്ല, വെറും നാവി മാത്രമേ ഉള്ളൂ തവക്കൽത്ത് വലല്ല. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ എത്ര തവക്കൽത്ത് വലല്ല പറഞ്ഞു? പറയങ്ങാതിമാരെ, നിങ്ങൾ എത്ര തവക്കൽത്ത് വലല്ല പറഞ്ഞു? അതാ ഞാൻ പറഞ്ഞത്. എടാ, നിന്റെ മനസ്സിലുള്ളത് എന്നോട് പറയടാ. ഫോണിൽ വിളിച്ചിട്ട് പെണ്ണിനോട് പറയാ, നീ എന്തിനാ ടെൻഷൻ ആകുന്നത്? പറയടി, നിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ, എന്നോട് പറഞ്ഞതാ. അപ്പം നിനക്ക് പരിഹാരമാവും. നിന്റെ മനസ്സിലുള്ള ഭാരം ഇറങ്ങും. ആര്? വല്ലവന്റെ പെണ്ണുമ്പിള്ള എടുത്ത് പറയാ, വല്ലവന്റെ ഭാര്യ എടുത്ത് പറയാ. പടച്ചോനെ, ഇന്ന് ഫ്രണ്ട്സുകൾ പറയാതിരിക്കല. ഇന്ന് ഫ്രണ്ട്സുകളുടെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. സ്കൂളിൽ പഠിച്ച കാക്കാമാരൊക്കെ ഇപ്പം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ച 8ാം 10ാം ക്ലാസ്സിൽ പഠിച്ചവരൊക്കെ ഇന്ന് സ്കൂളിലെ പഴയ 10ാം ക്ലാസ്സുകാരൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിലുള്ള കാക്ക അഡ്മിനിന് 4 മക്കളുണ്ട്. ഒന്നാമതിനെ കെട്ടിച്ച്. നിങ്ങൾ ചിന്തിക്കണം, ഇപ്പോഴാ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയേ. ഇതിനകത്തൊക്കെ നടക്കുന്ന ചർച്ച കാണണം. പടച്ചോനെ, എന്താണെന്നറിയോ? ഒന്ന് കയറി നോക്കണം. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും, നാണമില്ലാതായി പോകും. പടച്ചോനെ, പഴയകാല കൂട്ടുകാരൊക്കെ ഇന്ന് കയറിയിരുന്നിട്ട് പറയുന്ന നമ്പർ പൊക്കിയിട്ട് പറയും, ആമിന നിന്റെ നമ്പർ ഇതായിരുന്നോടി. അല്ലാ പടച്ചോനെ, പണ്ടിൽ ലവ് ലെറ്റർ കൊടുത്തവനാ. ഇന്നത്തെ കാലമല്ലല്ലോ പണ്ട്. അന്ന് പ്രേമിക്കാൻ പറ്റിയില്ല. ഇന്ന് 4 മക്കളായി കെട്ടിച്ചു കഴിഞ്ഞപ്പോ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തിട്ട് പറയുക, എന്താ ആമിന മച്ച എങ്ങനെയുണ്ട്? നീ ആഗ്രഹിച്ചൊരു ജീവിതമാണോ കിട്ടിയത്? ബുദ്ധിമുട്ടാണോ? ആമിനത്തെ പഴയ കഥയൊക്കെ വിടാ. നമ്മളൊക്കെ അടിച്ചു പൊളിച്ച് നടന്നൊരു കാലം വിടാ. പടച്ചോൻ, ഇതൊക്കെ പോയല്ലോ. വായും തുറന്നൊന്നും ഇരിക്കേണ്ട, ഗ്രൂപ്പിനകത്ത് നടക്കുന്ന കാര്യങ്ങളാ. എല്ലാരും എന്നെ നോക്കുക, നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രം മനുഷ്യൻ ഇല്ലേപ്പാ. പടച്ചോനെ, ഞാൻ കള്ളം പറഞ്ഞല്ല. ഞാനും ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചവർ ഞാനെന്നത്തും ഉണ്ടാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ പലതും പറയാൻ പറ്റൂലല്ലോ. നമുക്ക് തന്നെ അത്ഭുതമാണ്. എന്താപ്പാ, എല്ലാവരും ഉണ്ട്. സ്വന്തം പെണ്ണുമ്പിള്ളയുടെ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് കൊടുക്കണം. ഇതാടാ എൻ്റെ പെണ്ണുമ്പിള്ള. ആർക്കാ കാണിച്ചു കൊടുക്കുക? 260 പേരുള്ള ഗ്രൂപ്പിനകത്തോട്ടിട്ട് എൻ്റെ പെണ്ണുമ്പിള്ളയെ കാണിച്ചു കൊടുക്കുക. അല്ലാഹു അഅലം. പടച്ചോൻ നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പറയാ, നിന്റെ മനസ്സിലുള്ളത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സമാധാനം കിട്ടും. ഓളോട് പറഞ്ഞിട്ട് എന്താ, നിനക്ക് അങ്ങനെ തന്നെ വേണമടി. പണ്ട് ഞാൻ ലവ് ലെറ്ററുമായിട്ട് പറയും വന്നപ്പോൾ എന്തൊരു അഹങ്കാരമായിരുന്നു. എൻ്റെ വീട്ടിൽ വന്ന് ആലോചിച്ചപ്പോൾ നിന്റെ അത്ത ഗൾഫുകാരനെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ, നിനക്ക് അങ്ങനെ വേണം. അപ്പൊ സന്തോഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും പറയേണ്ടത് ആരോട്? അള്ളാഹിനോട് പറഞ്ഞു നോക്കും. എന്താണ് ചിരിക്കുന്നത്? മെമ്പറൊക്കെ ഒരുപാട്. നിങ്ങൾക്ക് പിന്നെ ഗ്രൂപ്പ് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സമയമില്ലല്ലോ. അപ്പൊ അതിനകത്ത് കയറാനില്ലേ? ഗ്രൂപ്പോടെ ഗ്രൂപ്പാ. നിലം തൊടാൻ സമയമില്ല.
ഇപ്പൊ വിചാരിക്കുന്നുണ്ടാകും വീട്ടിൽ വല്ല അടങ്ങിയിരുന്നാൽ മതിയായിരുന്നു, മെമ്പർ ആകണ്ടായിരുന്നെന്ന്. കാരണം സമാധാനം ഇല്ലാത്ത ഓട്ടമാണ്. ഉളുഹിയ മൃഗത്തെ വാങ്ങാൻ പോലും സമയമില്ല ഇപ്പൊ അല്ലേ. അള്ളാഹുവൊക്കെ ഈ ഓട്ടം നാളെ ആഖിറത്തിൽ കടന്ന് രക്ഷപ്പെടാനുള്ളൊരു കാരണമാക്കട്ടെ പടച്ചവൻ. അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹിനെ ഏൽപ്പിച്ച ഒന്ന്, അള്ളാഹ് നിന്നെ സ്നേഹിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് രണ്ടാമതായി പറയുകയാണ്, എല്ലാ കാര്യത്തിനും അല്ലാഹു മതിയാകുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ടെൻഷനില്ല, പ്രയാസമില്ല. പടച്ചവനെ, അംബാനിയുടെ വാപ്പയാണല്ലോ, അവനെക്കാളും വലിയ ആളല്ലേ റബ്ബ്. എന്തിനാ ഞാൻ പ്രയാസപ്പെടുന്നത്? ഏത് കാര്യത്തിനും അല്ലാഹ് അവന് മതിയാവുകയാണ്. മനസ്സിനൊരു സംതൃപ്തിയാണ്, ഒരു പേടിയുമില്ല, ഒരു ടെൻഷനുമില്ല, ഒരു വിഷയത്തിലും അവന് യാതൊരു ഭയവുമില്ല. അവന് പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അവന് പടച്ച റബ്ബ് മതിയാവുകയാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വിശദീകരിക്കുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാ. മൂന്നാമതായിട്ട് അവന് കിട്ടുന്ന ഭാഗ്യമെന്താ? പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു കൊടുക്കുകയാ. നീ ഇബ്ലീസിനെ പേടിക്കണ്ട, പിശാചിനെ നീ ഭയപ്പെടണ്ട. നീയും നിന്റെ കുടുംബവും എന്തിനാടാ ഇബ്ലീസിനെ ഭയപ്പെടുന്നത്? അല്ലാഹ് തന്നെ ഇബ്ലീസിനോട് പറഞ്ഞില്ലേ? അല്ലാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, അല്ലാ, ഈ ആദം കാരണമാണ് എന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് ആദമിന്റെ സർവ്വ മക്കളെയും ഞാൻ പിഴപ്പിക്കും തമ്പുരാനെ. എല്ലാവരും നിന്നോട് നന്ദികേട് കാണിക്കുന്നവരാക്കും. എങ്ങനെയും ഞാനവരെ പിഴപ്പിക്കും, എങ്ങനെയും ഞാനവരെ ചതിക്കും. ആ സമയത്ത് അല്ലാഹ് പറഞ്ഞു, എടാ ശപിക്കപ്പെട്ടവനെ, എല്ലാവരെയും പിഴപ്പിക്കാൻ നിനക്ക് പറ്റൂല. എനിക്ക് ചില വിശിഷ്ട അതിഥികളുണ്ട്, എനിക്ക് ചില പ്രത്യേകമായിട്ടുള്ള ആൾക്കാരുണ്ട്. നീ അവരുടെ മുന്നിൽ തോക്കുമടാ, നീ അവരുടെ മുന്നിൽ പരാജയപ്പെടുമടാ. അവരാരെന്നറിയോ? അല്ലാഹു VIP ആയിട്ട് എടുത്തു പറഞ്ഞ വിഭാഗമാരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, പടച്ച റബ്ബിൽ പരമേൽപ്പിക്കുന്ന മനുഷ്യ, നീ ഇബ്ലീസിനെ ഭയപ്പെടണ്ട, അവൻ നിന്നെ ഭയപ്പെടും മോനെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്ന വഴിയിലൂടെ പോലും സാക്ഷാൽ ഇബ്ലീസ് വരില്ലായിരുന്നു. കാരണം അത്രയ്ക്കു പേടിയാ. ഉമറിനെ ഭയപ്പെട്ടത് ഇബ്ലീസായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് പറയുന്നവന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, പിശാചിന്റെ ഉപദ്രവം നിനക്ക് ഏൽക്കൂല. നീ ഭയപ്പെടണ്ട, അവന്റെ ഒരു പരിപാടിയും നടക്കൂല. നീ രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നാലാമത്തെ കാര്യമെന്താ? നാലാമത്തെ കാര്യമെന്താ? ലൗ അന്നകും കുന്തും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറസഖതും കമാ തുർസഖു തയ്യിർ തഖുദു ഖിമാസാ വതർഹു ബിതാനാ. നീ എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹ് പറയുന്ന നാലാമത്തെ പ്രതിഫലം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മോനെ പേടിക്കണ്ടടാ, നിനക്കുള്ള ഉപജീവനം ഞാൻ തരാം. നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ കുടുംബത്തെ കുറിച്ച് നീ എന്തിനാ ഭയപ്പെടുന്നത്? ഉസ്താദേ, കൊറോണ വന്നു, ഗൾഫിൽ കച്ചവടമില്ല, പോകാൻ
പറ്റുന്നില്ല, വരാൻ പറ്റുന്നില്ല, കട തുറക്കാൻ പറ്റുന്നില്ല. കട തുറന്നാലും കച്ചവടമില്ല, ജനങ്ങൾ കടയിലേക്ക് വരുന്നില്ല. സാമ്പത്തികമായ ഞെരുക്കമാ. ആർക്കാ മോനെ പേടി? ഈ പേടിയുള്ളത് അള്ളാനെ പരമേൽപ്പിക്കാത്തവനാണ്. പടച്ച റബ്ബിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചവൻ എന്തു പേടിയാ? അവന്റെ ഉപജീവനം അല്ലാഹു അവന് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, തവക്കൽത്തു അലല്ലാഹ് പറയുന്നവന് കൊറോണ വന്നാൽ എന്ത്, ഓക്കി വന്നാൽ എന്ത്, വെള്ളപ്പൊക്കം ഉണ്ടായാൽ എന്ത്, ഒന്നുമില്ല. ഗൾഫിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത്, ഗൾഫിൽ പൈസ ഇല്ല ചേട്ടാ? എടാ, എത്രയോ പേര് ഈ സമയത്തും അടിപൊളിയായിട്ട് കച്ചവടം ചെയ്ത് ജീവിക്കണില്ല. കാഞ്ഞിരപ്പള്ളി കൂടെ പോയപ്പോൾ ഷാജിയൊക്കെ പറഞ്ഞ കട മുട്ടക്കടയിൽ ഒരു വണ്ടി മുട്ടയാ വരുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരായ എന്താ നിങ്ങൾ പറയുന്ന ഫ്രൂട്ട്സ് കടക്കാരൊക്കെ ഇരിക്കുന്ന ബേക്കറിക്കാരൊക്കെ ബുദ്ധിമുട്ട് ഈ പായിപ്പാട് ഇറങ്ങി ചോദിക്കുക. ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്കാ ബുദ്ധിമുട്ട്, ബുദ്ധിമുട്ടില്ലാത്ത എത്രയോ പേരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് പറയുകയാ, ഇപ്പൊ കടലിൽ പോയി മീൻ പിടിക്കാൻ പറ്റൂല എന്നാ പറയണേ. എന്നാലും രാവിലെ പറവ് പോയിട്ട് വയറ് നിറച്ച് തിന്നിട്ട് മക്കൾക്കുള്ളതും കൊണ്ട് തിരിച്ചു വരുന്നില്ലേ? വീടുകളിന്റെ മുറ്റത്ത് വരുന്ന കാക്കയെ നമ്മൾ ആട്ടി ഓടിക്കും, കൊടുക്കൂല, കൊത്തിക്കൊണ്ടു പോകും, ഓടുക ഇല്ലേ? എന്നാൽ കടലിങ്ങനെ തിരമാലകൾ വരുന്നു. കടൽക്കരയിൽ പോയി നിന്ന അങ്ങോട്ട് പറക്കുന്നതാണ്. ഇവിടെ അറബിക്കടലിനക്കരെ, കടലിനക്കരെ അറബി നാടെന്നല്ലേ പറയുന്നത്. എന്താ അറബി നാട്ടിലേക്ക് പോകുന്നതാ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറവകളൊക്കെ അങ്ങോട്ട് പറക്കുന്നല്ലോ. എന്നാലോചിക്ക്, ഇത് എങ്ങോട്ട് പോകുന്ന? നേരെ ഗൾഫിൽ പോണെയാണോ? പറമനുഷ്യന്മാരെ, കടലിനക്കളെ ഗൾഫ് എന്നല്ലേ പറയണേ. പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു പുഴയ്ക്കപ്പുറത്താ ഗൾഫ് എന്ന്. ശരി തന്നെ, പുഴയ്ക്ക് തന്നെ കടലിനക്കരെയാ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഈ കിളികൾ അങ്ങോട്ട് പറക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എവിടെ പോകണമെന്ന്. അത് പോയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ മക്കൾക്കുള്ളതുമായിട്ട് തിരിച്ചു വരിക എല്ലാ ദിവസവും. അല്ലാഹ് കൊടുക്കണില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് പറയുകയാ, അവന്റെ ഉപജീവനം ഞാൻ കൊടുക്കും, പേടിക്കണ്ട. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 5 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇയഖുദുലുകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സഹായം അവന് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. തവക്കൽതു അലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹ് കൊടുക്കുന്ന നേട്ടമാണ്, അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അറിയാത്ത വഴികളിലൂടെ അല്ലാഹു അവനെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ 313 സ്വഹാബത്തിന്റെ ചരിത്രമറിയാ. ഒടിഞ്ഞ വാള്, അല്ലാഹുവേ, പൊട്ടിയ പരിച, ഒട്ടിയ വയറ്, കീറിപ്പറഞ്ഞ വസ്ത്രം, അല്ലാഹുവേ, 313 സ്വഹാബത്ത് ആയിരക്കണക്കിന് വരുന്ന സർവ്വ ആയുധങ്ങളുമായി കടന്നു വരുന്ന ശത്രുക്കളുടെ നടുവിലേക്ക് കടന്നു പോയത് എന്ത് പറഞ്ഞിട്ടാ? തവക്കൽതു അലല്ലാഹ് ഏൽപ്പിച്ചിട്ടവൻ ഇറങ്ങിപ്പോയപ്പോ അല്ലാഹു അവരെ സഹായിച്ചത് മലക്കുകളെ ഇറക്കിയിട്ടാ. അവിടെ നിന്ന് മലക്കുകളെ ഇറക്കിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ വെള്ളിയാഴ്ചയല്ലേ, സൂറത്തുൽ കഹ്ഫിന്റെ മഗ്രിബ് കഴിഞ്ഞത് മുതൽ ഓതണമല്ലോ. അതിനകത്ത് പറയുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹ് സഹായിച്ചത് എങ്ങനാ? വർഷങ്ങളോളം അവരെ കിടത്തി ഉറക്കിയില്ലേ. അസ്ഹാബുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ഓതിയ കിട്ടുന്ന പ്രതിഫലം എന്താ? ആരെങ്കിലും ഒരു മനുഷ്യൻ അസ്ഹാബുൽ കഹ്ഫ് പാരായണം ചെയ്താൽ, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ഒരാഴ്ച അവന്റെ കാര്യം രക്ഷപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച പിന്നെ അവന്റെ കാര്യം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി 3 സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്
സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ കാര്യം നോ പ്രോബ്ലം, അടുത്ത വെള്ളിയാഴ്ച വരെ നോക്കണ്ട എന്ന് പോയി നോക്കിക്കോണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ അസ്ഹാബുൽ കഹ്ഫ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ 7 ചെറുപ്പക്കാരെ കുറിച്ച്, ഇതൊന്നും കെട്ടുകഥയല്ലല്ലോ, ഖുർആനുണ്ടല്ലോ. ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം എടുത്തു നോക്ക്. പടച്ചവനെ, ഈ 7 ചെറുപ്പക്കാർ വർഷങ്ങളോളം ഒരു ഗുഹയ്ക്കകത്ത് പോയി കാണണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ പോണമെന്ന് ജോർദാനിൽ പോകണം. അത് കാണണമെങ്കിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അസ്ഹാബുൽ കഹ്ഫിൽ എന്ന ഒരു ഗുഹ കാണണം. പടച്ചവനെ, ഇതിനകത്ത് അവർ കടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. അവരതിനകത്ത് വർഷങ്ങളോളം കിടത്തി ഉറക്കി. അല്ലാഹ്, ഇതൊക്കെ ചരിത്രമല്ലേ. കിടത്തി ഉറക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു അവർക്ക് ജീവൻ തിരിച്ചു കൊടുത്ത കഥകളൊക്കെ നമുക്ക് തിരിച്ചറിയാം. വർഷങ്ങളോളം അള്ളാഹു അവരെ സഹായിച്ചു. അവർക്ക് കാവല് കിടന്ന നായി പോലും സ്വർഗത്തിലാണ്. ഇവരിങ്ങനെ പോകുമ്പോ ചരിത്രം പറയുന്നു, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചരിത്രം. ഇവരിങ്ങനെ പോകുമ്പോ ഇവരുടെ പുറകെ ഒരു നായി ഓടി വന്നു. ഒരു നായി ഇങ്ങനെ ഓടി വരുമ്പോ ഒരു കല്ലെടുത്തെറിയ, പായ്ച്ചു കളയ. കുറെ എറിഞ്ഞിട്ട് ഇത് പോണില്ല. അവസാനം അത് ചോദിക്കും, നിങ്ങൾ എന്തിനാ എന്നെ ഓടിക്കണേ? നായി സംസാരിച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? നമുക്ക് നായി സംസാരിക്കും ഉസ്താദെ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു ആട് ഒരു പട്ടാണ്. കഴിഞ്ഞ ആഴ്ച ഒരു നായി സംസാരിച്ച കഥ പറഞ്ഞില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അസ്ഹാബുൽ കഹ്ഫിനോട് ആ നായി ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ഓടിക്കണ? എന്തിനാ? ഞാനും അല്ലാഹു വിശ്വസിക്കുന്ന ആളാ. ആ നായി നാളെ സ്വർഗത്തില. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സഹായിക്കും. അതാ മനസ്സിലാക്കേണ്ടത്. ആ തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവരെ സഹായിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അദൃശ്യമായ കാര്യങ്ങളിലൂടെ, നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത മാർഗത്തിലൂടെ. ഇപ്പൊ നമ്മൾ തന്നെ പല പല കാര്യങ്ങൾ എടുത്തു നോക്കിക്കുക. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ എടുത്തു നോക്കി. അള്ളാഹു ഒരു വഴി തന്നിട്ടില്ലേ? അള്ളാഹു ചില സമയങ്ങളിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമ്മളെ സഹായിച്ചിട്ടില്ലേ? എത്രയോ പേര് അവരവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. 5-ാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ആര് കൈവിട്ടാലും അല്ലാഹ് നിന്നെ കൈവിടൂല. ആര് കൈവിട്ടാലും പടച്ച റബ്ബ് നിന്നെ കൈവിടൂല. അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഓർമ്മയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ആ ഓർമ്മയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, 5 പഠിച്ചോ. 6-ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു പറയുകയാണ്, ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ യജമാനന്. അല്ലാഹുവിനാണ് സത്യവിശ്വാസികൾ പരമേൽപ്പിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, 6-ാമത്തെ കാര്യം പഠിച്ചോ. 2 പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവർ, എല്ലാവരും വ്യക്തമായി പഠിക്കണം. ഇത് പറയുന്നത് മറന്നു പോകരുത്. ഈ പറയുന്നത് ഒരു മുസ്ലിമും മറക്കരുത്. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന 6-ാമത്തെ പ്രതിഫലം, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി അല്ലാഹ് അവർക്ക് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അവർക്ക് യാതൊരു പേടിയും
പേടിയുമില്ല, അവർക്ക് യാതൊരു പ്രയാസവുമില്ല. എന്തു വന്നാലും അവര് പറയും ഇതെന്റെ റബ്ബ് തീരുമാനിച്ചതാ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നപ്പോഴേ അല്ല തീരുമാനിച്ചതാണിത്. എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്, എന്തിനാ ഞാൻ പേടിക്കുന്നത്? ഇതെന്റെ റബ്ബിന്റെ തീരുമാനമല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി റബ്ബ് അവന്റെ ഹൃദയത്തിന് കൊടുക്കുകയാണ്. ഇന്നത്തെ യുവതലമുറ പഠിക്കേണ്ടതാണ്, ഇന്നത്തെ യുവതലമുറകൾ പഠിക്കേണ്ടതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. പടച്ചവനെ, ഒന്ന് പറഞ്ഞ് രണ്ടു പറഞ്ഞ് വഴക്ക് കൂടി ഭാര്യയും ഭർത്താവും തമ്മിലടിച്ചിട്ട് അവസാനം പടച്ചവനെ ഒരു കയറ് കഷ്ടത്തിന്റെ അകത്ത് തന്റെ കഴുത്ത് മുറിച്ച് അവിടെ നിന്ന് തൂങ്ങി മരിക്കുന്ന കാലമല്ലേ, നരമ്പ് മുറിക്കുന്ന കാലമല്ലേ. പടച്ചവനെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, അതാ മനുഷ്യനുണ്ടല്ലോ, മനുഷ്യനത പതിച്ചു പോയാൽ പൽഹും അളല്ല്, പൽഹും അളല്ല്, നാൽക്കാലികളെക്കാലം അത് പതിച്ചു പോകുമെന്ന പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെയും മനുഷ്യനെ കുറിച്ച് പറയുമ്പോ നമുക്കിതുവരെ തിരിഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞു നാൽക്കാലികളെക്കാലം അത് പതിച്ചു പോകുമെന്ന് പറയുമ്പോ പടച്ചവനെ ഇന്ന് കേരളക്കര കണ്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, അതാ വിവാഹം കഴിച്ച പെണ്ണിനെ വീടിന്റെ അകത്ത് വെച്ച് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുന്ന മനുഷ്യന്. എന്റെ പ്രിയപ്പെട്ടവളെ അല്ലാഹുവേ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് ആസ്വദിച്ച് മതിയായപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പാമ്പിനെ കൊണ്ടുവന്ന് കടിച്ചു കൊന്ന കഥ കായ്ച്ചവരാ. പടച്ചവനെ, 2 ദിവസം മുമ്പല്ലേ ഒരച്ഛനും അമ്മയും ഉള്ള മകളല്ലേ. അല്ലാഹുവേ, ഒരു കഷ്ടമ കയറിന്റെ അകത്ത് തന്റെ ജീവിതം അവസാനിച്ചപ്പോ എന്തൊക്കെ മോഹങ്ങളായിരുന്നു, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. എന്റെ വീടിന്റെ പരിസരത്താണ് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ വീട്. അല്ലാഹുവേ, എത്ര പറഞ്ഞാലും പണത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞ മനുഷ്യന് കിട്ടുന്തോടും കൂടുക. അല്ലാഹുവേ, പണം കൂടുന്നതിനനുസരിച്ച് ആർത്തി കൂടുകയാണ്. അല്ലാഹുവേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇഷ്ടം പോലെ കൊടുത്തിട്ടും ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ടും പണത്തിന്റെ പേരില് പടച്ചവനെ മനുഷ്യനെ കൊല്ലാൻ തയ്യാറാകുന്ന നാൽക്കാലികളെക്കാലം അതപ്പതിച്ച മനുഷ്യന്മാരുടെ കാലമാ. പടച്ചവനെ, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുകയാണ്. സ്വന്തം മക്കളെ വിറ്റ് ജീവിക്കുന്ന അച്ഛന്മാരുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, പഠിക്കാൻ വരുന്ന പാവപ്പെട്ട കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്നവന്മാരുണ്ട്. സ്വന്തം മകളുടെ പ്രായമല്ലേ ഉള്ളൂ, ആ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ, ആ പിഞ്ചു കുഞ്ഞുങ്ങളോട് മോശമായി പെരുമാറാൻ എല്ലാ പാവപ്പെട്ട ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് ഗുഹ്യഭാഗങ്ങളിൽ കമ്പികൾ കുത്തിയിറക്കുന്ന ക്രൂരന്മാരായ മനുഷ്യന്മാരുണ്ടല്ലോ. ഇതൊക്കെ പണ്ട് ഫിർഔനിന്റെ കാലത്ത് അല്ലാഹുവേ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ ചരിത്രം വായിക്കുമ്പോൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാൽക്കാലികളെക്കാലം അതപ്പതിക്കുന്ന മനുഷ്യന്മാർ. വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? ചിന്തിച്ചു നോക്കിക്കപ്പ, പണം കിട്ടാത്തതിന്റെ പേരിലല്ലേ പാമ്പിനെ കൊണ്ടുവന്ന് ഒന്ന് കടിച്ചു, തീർന്നില്ല, 2ാമതും കടിപ്പിച്ചു കൊന്നത് ഇവിടെ അടുത്തവിടെ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണല്ലേ. എന്റെ വീടിനടുത്ത കൈതോട്, ഇപ്പൊ താമസിക്കുന്നതിനടുത്ത് ഒരു 10 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. ഡോക്ടറിനെ പഠിച്ചുകൊണ്ടിരുന്ന പെങ്കൊച്ച എന്തേ 101 പവനും ഏക്കർ കണക്കിനും അരച്ചയ്ക്കാൻ വിലയുവായതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല. നാലേക്ക് നഷ്ടമാർക്ക. ഓന്റെ കൈ പൈസ ഇല്ലാഞ്ഞിട്ട് ഓൻ എന്താ ജോലി? ഇപ്പൊ റോഡിൽ നിന്നാ മതി കാശ് വരും. അത്രയും വലിയ കാറിന് വില കുറഞ്ഞു പോയെന്ന് ആലോചിക്ക്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കിക്കേ. അള്ളാന്റെ ഖുർആന്റെ പണവോ ഒന്നുമല്ല. അല്ല പറഞ്ഞെന്തറിയോ, ഒരു സാലിഹത്തായ പെണ്ണ് ലോകത്തിലെ ഏറ്റവും വലിയ നിധിയാണെന്ന പെണ്ണിനെ കുറിച്ച് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്നത് ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞത് ഒരു സാലിഹത്തായ പെണ്ണ് ഏറ്റവും വലിയ നിധിയ, അവളെ സൂക്ഷിച്ചു കൊണ്ടുപോകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ ഈ സ്ത്രീധനം ചോദിച്ചു വരുന്നവനൊക്കെ കെട്ടിച്ചു കൊടുക്കാൻ പോണ? എന്തിനാ? ഓനെ തല്ലണം. അവനാണെങ്കിലും
എനിക്ക് വേണം 50 പവൻ വേണം, 60 പവൻ വേണം, 101 പവൻ വേണം, കാറ് വേണം. എന്നാ ഒലക്കണ്ടായിട്ട് ഇവൻ ചോദിക്കണേ? ഇങ്ങനെയുള്ളവനെ മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരള സർക്കാർ ഇപ്പോൾ ഒരു പുതിയ 2 ദിവസമായിട്ടുള്ളൂ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാതികൾ അറിയിക്കാൻ വേണ്ടി ഒരു ഫോൺ നമ്പർ കൊടുത്തപ്പോൾ ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ മതി, അതിൻ്റെ വാർത്ത മാത്രമേ ഉള്ളൂ. 700ഓളം പരാതികളാണ്. 700ഓളം സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം. തികഞ്ഞില്ലടി. നിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ എന്താ കൊണ്ടുവന്ന 30 പവൻ 35 പവൻ 35 പവൻ എന്താ കുഴിച്ചെടുത്തതാ, കുലുക്കിയെടുത്ത? ആ 35 പവനുണ്ടാക്കാൻ എങ്ങനെ കഴിയുന്നു? ആ പാവപ്പെട്ട പെണ്ണിന്റെ വാപ്പാടെ രക്തം വിയർപ്പാക്കിട്ടത് ഉണ്ടാക്കിയത്. അത് നാണമില്ലാതെ മേടിച്ചോണ്ട് വന്നിട്ട് സുഖിക്കാൻ, കെട്ടിയ പെണ്ണിന്റെ സ്വർണ്ണം എടുത്തോണ്ട് പോയി പണയം വെക്കാനും വിറ്റിട്ട് ജീവിക്കാൻ ചില നട്ടലില്ലാത്തവന്മാര്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ കെട്ടിക്കൊണ്ടങ്ങോട്ട് വന്ന് ഒരുക്കം, ആർഭാടം. വിവാഹമൊക്കെ കണ്ട എന്തൊരു ആർഭാടവാ. പിറ്റേ ദിവസം രാത്രി, കല്യാണത്തിന്റെ ആദ്യ രാത്രി ആമിനയുടെ കൈ പിടിച്ചിട്ട് പറയുന്നു, മോളെ ഒരു മോതിരം ഇങ്ങതാ, ഒന്ന് വിറ്റോട്ടെ, പൈസ കൊടുക്കാനില്ല. എന്തിനാടാ പഹയാ പെണ്ണ് കെട്ടാൻ പോയെ? എടാ പണം, എടാ സ്വന്തം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ ഗതിയില്ലാത്തവൻ ദിക്റും പറഞ്ഞിട്ട് കിടക്കണം, പെണ്ണ് കെട്ടാൻ പോരുത്. മഹർ പോലും വാങ്ങാൻ ഗതിയില്ലാത്തവന്മാര് പെണ്ണ് കെട്ടാൻ നടക്കുക. എന്നിട്ട് കിട്ടുന്നില്ല. ഇവൻ എന്നാണ്ട്? ഇതൊക്കെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ചെയ്താൽ പറയാം ഓനൊരു കാട്ടിയാതി, അവനെ വിവരമില്ലെന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവന്റെ കാര്യം അത് വെച്ചുമ്പോൾ ഈ സാധുക്കൾ എത്ര നല്ലതാപ്പ. ഇന്നത്തെ പെണ്ണുങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം ഉള്ളവന് മാത്രം മതി. 8ാം ക്ലാസ് 10ാം ക്ലാസ്, ആ 10ാം ക്ലാസ് ഉള്ളവൻ അന്തസ്സോടെ ജീവിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ വിദ്യാഭ്യാസം കൂടുന്നവൻ, നിങ്ങൾ ഈ അടുത്ത് നടന്ന സംഭവങ്ങൾ ഇന്നലെ ഇപ്പൊ ഇന്ന് പത്രത്തിലുണ്ട്. ഭാര്യ വിളിച്ചിട്ട് പരാതി പറഞ്ഞു. ഭാര്യ ഈ സ്ത്രീധന പീഡനത്തെ കുറിച്ച് ഭാര്യ വിളിച്ചിട്ട് പരാതി പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ അന്വേഷിക്കാൻ വീട്ടിൽ വന്നപ്പോൾ ഇയാൾ ഇറങ്ങി ഓടി. പോലീസുകാർ തിരിച്ചു പോയപ്പോ കോടാലിക്കാൻ കണ്ട പെണ്ണുപിള്ളയെ വെട്ടിയെ. അലച്ചയ്ക്ക് മനുഷ്യൻ എവിടെ എത്തി നിൽക്കും നമ്മൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മാനസികമായിട്ട് കുടുംബ വഴക്കുകൾ മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നാര കമ്മിറ്റിക്കാരെ, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കല്ലേ, ഇങ്ങനെ ഉള്ളതിലൊക്കെ പിടിച്ചോണ്ടോ. ഇപ്പൊ നല്ല അവസര. ഈ അമ്മായിയമ്മമാർക്ക് അള്ള കൊടുത്തിരിക്കുന്ന സമയം ഇപ്പോഴാ. പിടിച്ചാൽ നല്ലതാ, കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കൊടുക്കണം. ഇപ്പൊ നല്ല പിടിപ്പ കൊടുത്ത അകത്തല്ല. ചില പെണ്ണുങ്ങൾക്ക് അമ്മായിയമ്മമാർ നല്ലവരുണ്ട്, ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. സ്വന്തം മകളെ പോലെ കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. എന്റെ മകളാ വെറുതെ പറഞ്ഞാൽ പോരാ, എന്റെ മകളാണെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. പക്ഷെ ചിലതങ്ങനല്ല. എന്താ പറയാ, മോൻ മരിച്ചാലും കുഴപ്പമില്ല, ഇവള് കരയണം. സ്വന്തം മകൻ മരിച്ചാലും കുഴപ്പമില്ല, ഇവള് കരയണം എന്നാഗ്രഹിക്കുക. സ്വന്തം മോൻ തീർന്നോട്ടെ, എന്നാലും മരുമോള് കരയണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ പ്രായം കുറെ ചെന്നു, എന്നാലും ജീവിക്കാൻ വിടൂല. തന്റെ മക്കള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ അസൂയപ്പെടുന്ന മാതാപിതാക്കൾ, ഉമ്മമാർ. സ്വന്തം മക്കള്, അവര് ചെറുപ്പക്കാര്, ഭാര്യയും ഭർത്താവും കൂടെ സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് നടക്കുന്നത് കാണുമ്പോ എന്താ, അപ്പൊ പിന്നെ അടി ഉണ്ടാക്കണം, രണ്ടിനും 2 തട്ടിലാക്കണം, അപ്പോഴേ സമാധാനം വരൂ. എന്നിട്ട് നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ വള ചെറുതായി പോയി, മാല ചെറുതായി പോയി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പെണ്ണിന്റെ പണം കണ്ടിട്ട് വിവാഹം കഴിക്കരുത്. അല്ലാഹുവിന്റെ ദീൻ അതാ പരിശുദ്ധമായ ദീൻ. എല്ലാരും ചെളിവാരി എറിയുന്ന പരിശുദ്ധമായ ദീൻ അവിടുന്ന് പഠിപ്പിച്ചു. പെണ്ണിന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു മതം പഠിപ്പിക്കുന്നുണ്ടോ? പെണ്ണിന് മഹത്വം കൊടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ നിധി പെണ്ണാണ്. ഒരു സാലിഹത്തായ ഭാര്യയാണെന്ന് പഠിപ്പിച്ച ദീൻ പെണ്ണിന്റെ കാൽച്ചുവട്ടിൽ. എന്തിന്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തി നബിയെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണം. ആ മുത്തി നബിയുടെ കാൽച്ചുവട്ടിൽ സ്വർഗമുണ്ടോ? പറവുണ്ടോ? ഇല്ല. സ്വർഗം തുറക്കുന്നത് നബിയ. പക്ഷെ ആ നബിയുടെ കാൽച്ചുവട്ടിൽ സ്വർഗമില്ല. പക്ഷെ ആരുടെ കാൽച്ചുവട്ടിൽ? നമ്മുടെ ഉമ്മാടെ കാൽച്ചുവട്ടിൽ. അള്ളാന്റെ ദീൻ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പണം കണ്ടിട്ട് പെണ്ണ് കെട്ടരുത്. പണം കണ്ടിട്ട് പെണ്ണ് കെട്ടരുത്. പെണ്ണിന്റെ പണം നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ എത്ര കോടിക്കണക്കിനുള്ളവനാണെങ്കിലും അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കെട്ടിയവര് പലരും ചൊറിയും കുത്തി വീട്ടിയിരിപ്പുണ്ട്. അള്ളാഹു കാക്കമാറാകട്ടെ. അല്ലേപ്പാ,
ഇല്ലേ? എത്ര പേരുണ്ട്, എത്ര കോടിക്കണക്കിനുണ്ടായിരുന്നു, ഒന്നുമില്ല. ഇപ്പം വെറുതെ ഇരിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്ത്രീധനം എന്ന് തന്നെ, സ്ത്രീ തന്നെ ഏറ്റവും വലിയൊരു ധനമാണ്. അത് മതി. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരുപാട് പൈസയായിട്ട് വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, ഞാൻ വെറുതെ വലിഞ്ഞു കയറി വന്നതല്ല, 101 പവനും കാറുമായിട്ട് വന്നതാ എന്ന് പറഞ്ഞ് സമാധാനക്കെടുത്തതിനേക്കാളും നല്ലത് ഉള്ളത് അങ്ങോട്ട് കൊണ്ടിട്ട ആമിന നിന്നെ കെട്ടിയത്. സന്തോഷത്തോടെ ജീവിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ പെൺകുട്ടികൾ ഇന്നലെ ഒരു വാപ്പ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, ഉറപ്പിച്ചു വെച്ച കല്യാണത്തിൽ നിന്ന് എൻ്റെ മകൾ ഇപ്പൊ പുറകിലോട്ട് പോകാം. എന്തേ കാരണം? ഇങ്ങനല്ലേ ആണുങ്ങൾ മൊത്തം ഈ സ്വർണ്ണമൊക്കെ ആയിട്ട് നമ്മളങ്ങോട്ട് പോയി, നമ്മളെ മടുത്ത് കഴിയുമ്പോൾ ഇതല്ലേ നമ്മളോട് കാണിക്കുന്നത്? ഉറപ്പിച്ചു വെച്ച വിവാഹത്തിൽ നിന്ന് എൻ്റെ മകള് പുറകിലോട്ട് പോകുന്നു ഉസ്താദ്, എന്താ വഴിയെന്ന് നാം ചിന്തിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ട്, അല്ലാഹ് ആരാണെന്നറിയാത്തത് കൊണ്ട്. പടച്ച റബ്ബിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ പരമേൽപ്പിക്കാൻ തയ്യാറായ ശക്തി അല്ലാഹ് തരും. ഏതു പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ ഒരിക്കലും പതറിപ്പോകൂല, ഒരിക്കലും പതറിപ്പോകൂല. എത്ര കൊല്ലമാകട്ടെ, എന്തിനാ മനുഷ്യ ഇടയ്ക്കിടയ്ക്ക് അയ്യൂബ് നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അയ്യൂബ് നബി അലൈഹിസ്സലാം 18 വർഷക്കാലം രോഗം പിടിച്ചിട്ട് ശരീരത്തിൽ നിന്ന് ചലങ്ങൾ ഒഴുകുകയാണ്, ദുർഗന്ധമടിക്കുകയാണ്, നടക്കാൻ കഴിയുന്നില്ല. റഹ്മത്തു ബീബി റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട ഭർത്താവിനെ കുഞ്ഞിനെ ചുമക്കുന്നത് പോലെ ചുമന്നുകൊണ്ട് നടക്കുകയാ. ആലോചിച്ച് നോക്ക്, ഒരു ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുഞ്ഞുങ്ങളെ ചുമക്കുന്നത് പോലെ അല്ലാഹുവേ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ആ ഭാര്യയാണ് ഭർത്താവിനോട് പറഞ്ഞത്, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാ, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കാര്യം ചോദിച്ചാൽ കൈ താഴ്ത്തുന്നതിന് മുമ്പ് പടച്ച റബ്ബ് തരുമല്ലോ. ഒന്ന് ചോദിച്ചുകൂടെ, ഒന്ന് ദുആ ചെയ്തുകൂടെ? അയ്യൂബ് നബി പറഞ്ഞു, റഹ്മത്തെ, മടുത്തെങ്കിൽ നീ നിന്റെ വഴി നോക്കിക്കോ. നീ എന്നെ നോക്കി നോക്കി മടുത്തെങ്കിൽ റഹ്മത്തെ നിനക്ക് പോകാം. അല്ലാഹുവോട് ഞാൻ പറയൂല, അല്ലാഹുവോട് ഞാൻ പരാതി പറയൂല, അല്ലാഹുവോട് ഞാൻ ദുആ ചെയ്യില്ല. അതൊരു വല്ലാത്ത ഈമാനാ. 18 കൊല്ലം അങ്ങനെ നടന്നു. എന്നിട്ട് അവസാനം തന്റെ നാവ് കൊണ്ട് ദിക്ർ പറയാൻ കഴിയാതെ വന്നപ്പോ അപ്പോഴും അല്ലാഹുവോട് പറയുന്നു, നാഥാ, വഇന്നി മസ്സനിയൽ ളുർറു അൻത അർഹമുർ റാഹിമീൻ. എന്റെ നാവിലെ രോഗമൊന്ന് മാറ്റിത്താ അല്ലാഹ്, ദിക്ർ പറയാൻ കഴിയുന്നില്ല അല്ലാഹ്. അപ്പോഴും പറഞ്ഞില്ല രോഗം മാറ്റാൻ. 18 കൊല്ലം ഇതുപോലെ നടന്ന നബിയാ, സാധാരണ മനുഷ്യനല്ല. അയ്യൂബ് നബി 81 കൊല്ലം പട്ടിണി എന്താണെന്നറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ 81 വർഷം അയ്യൂബ് നബിക്ക് പട്ടിണി എന്താ, ദാരിദ്ര്യം എന്താ, രോഗവും പ്രയാസവും എന്താ, വേദന എന്താണെന്നറിയാതെ 81 കൊല്ലം ജീവിച്ച നബിയാണ് അയ്യൂബ് നബി. ആ അയ്യൂബ് നബി പിന്നെ 18 വർഷക്കാലം ഇങ്ങനെ നടന്നിട്ട് ഒരിക്കൽ പോലും പടച്ച റബ്ബിനോട് പറയാൻ അവിടെ ദുആ ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, ക്യാൻസർ വന്നാ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു വലിയ വലിയ രോഗങ്ങൾ കൊടുത്തു പരീക്ഷിക്കുകയാ. എന്തിനാ സ്വർഗം കൊടുക്കാൻ? എന്തിനാ സ്വർഗം കൊടുക്കാൻ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രയാസങ്ങൾ, ക്യാൻസർ ആണ് ഉസ്താദ്, ട്യൂമറാണ് ഉസ്താദ്, കിഡ്നി തകരലാണ് ഉസ്താദ്, ഭർത്താവ് വെന്റിലേറ്ററിലാണ് ഉസ്താദ്, മക്കൾക്ക് മാരക രോഗമാണ് ഉസ്താദ് എന്ന് കരഞ്ഞുകൊണ്ട് പരാതി പറയുന്ന ഉമ്മ, മഹാനാ
മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ഗുഹയ്ക്കകത്തിരുന്ന് അല്ലാഹുവിനെ ആരാധിക്കുകയാണ്, അല്ലാഹുവിനെ നന്ദി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഗുഹയ്ക്കകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി, എന്ത് നല്ല മനുഷ്യനാ അല്ലാഹ്. ഇങ്ങനെയും ചില അടിമകളുണ്ടല്ലോ, അല്ലാഹ് നിന്നെ വഴിപ്പെടുന്ന, നിന്നെ പേടിക്കുന്ന, നിനക്ക് നന്ദി കാണി ജീവിക്കുന്ന ഇത്രയും നല്ല മനുഷ്യരുണ്ടല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്ത് മനോഹരമായ കാഴ്ചയാണ്, എന്ത് മനോഹരമായ കാഴ്ചയാണ്. മൂസാ നബി അങ്ങോട്ട് നടന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, അവസാനം മൂസാ നബി തിരിച്ചു വരുമ്പോ, അതേ സ്ഥലത്തുകൂടെ തിരിച്ചു വരുമ്പോ ആ ഗുഹയ്ക്കകത്തിരുന്ന മനുഷ്യനെ കാണുന്നില്ല. അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തിയിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനെ കാണുന്നില്ല. പിന്നെ ആ മനുഷ്യന്റെ കുറച്ച് ഇറച്ചികളാണ്, ആ മനുഷ്യന്റെ ശരീരത്തില് ചെറിയ ഭാഗങ്ങളൊക്കെ അവിടെ കിടക്കുകയാ. ഏതോ ഒരു വന്യമൃഗം വന്നു, ഏതോ ഒരു വലിയ മൃഗം വന്നു, ഈ മനുഷ്യനെ കടിച്ചു കീറി തിന്നിട്ട് കളഞ്ഞിട്ട് പോയതാ. മൂസാ നബിക്ക് അത്ഭുതമായി, നാദാ എത്ര നല്ല മനുഷ്യനാണല്ലോ, നിനക്ക് നന്ദി രേഖപ്പെടുത്തി. അല്ലാഹുവേ, നിന്നെ ഭയന്നുകൊണ്ട് ഈ വടവന്നീ ഗുഹയ്ക്കകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുന്നവനാണ്. എന്തിനാ അല്ലാഹ് ഇങ്ങനെ ഈ മനുഷ്യനെ നീ ചെയ്തത് എന്ന് അല്ലാഹുവേ മൂസാ നബി അവിടെ നിന്ന് ചിന്തിക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്ന, മൂസാ നബിയേ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് സ്വർഗം നിർബന്ധമാ, അവർക്ക് സ്വർഗത്തിൽ ഉയർന്ന പദവിയുണ്ട്. അല്ലാഹുവേ, മൂസാ നബി അലൈഹിസ്സലാം അങ്ങോട്ട് പോകുമ്പോ ഒരു മനുഷ്യൻ ഗുഹയ്ക്കകത്തിരുന്നിട്ട് ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യാ. മൂസാ നബിക്ക് അത്ഭുതം തോന്നി, അല്ലാഹ് ഇങ്ങനെയും ചില മനുഷ്യന്മാരുണ്ടല്ലോ, അൽഹംദുലില്ലാ. തിരിച്ചു വന്നപ്പോ ഇത്തിരി എല്ലും കഷ്ടം കിടക്ക, ആ മനുഷ്യനെ കാണാനില്ല. ഏതോ ഒരു മൃഗം വന്ന് കടിച്ചു കീറി തിന്നിട്ട് വാക്കി കളഞ്ഞിട്ട് പോയിരിക്ക. എന്തേ അല്ലാഹ് ഇങ്ങനെ, ഇത്ര നല്ല മനുഷ്യനായിരുന്നു, ഇങ്ങനെ വന്നല്ലോ. നമ്മൾ ചോദിക്കൂലേ, 5 നേരം നിസ്കരിക്കുന്ന ഈ മനുഷ്യൻ ഉസ്താദേ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ടും മരിച്ചുപോയല്ലോ, നമുക്ക് വലിയ പ്രയാസം. ഓൻ രാജാവ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ കള്ളുകുടിയൻ ഹാപ്പി ആയിട്ട് നടക്കുന്നു, കണ്ടിട്ടുണ്ടാ? കള്ളുകുടിയനും കഞ്ചാവടിക്കുന്നവനും, കഞ്ചാവടിയുടെ കാര്യമൊന്നും പറയാതിരിക്കലപ്പം നല്ലത്. ഇപ്പൊ കഞ്ചാവടിയൊക്കെ പുള്ളന്മാരിലേക്ക് ചെറിയ കുട്ടികളെ മൊത്തം അടിക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 10-20 വയസ്സിനകത്തുള്ളതൊക്കെ ഇപ്പം കള്ളുകുടിയൊക്കെ മാറിയെന്നേ. ഇപ്പൊ വലിച്ചങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങോട്ട് നടക്കാം. പാപ്പാടുത്ത് പറയാ, കാക്ക മോനിങ്ങനെ, ഓ എന്റെ മോനോ, എന്റെ മോൻ മലക്കല്ലേ അവനോ. അവസാനം പോലീസ് പൊക്കുമ്പോ അറിയാം, ഇടികൊണ്ട് വാടും. അള്ളാഹു കാക്കുമാറാകട്ടെ. പാപ്പാടുത്ത് പറയാ, മോൻ കഞ്ചാവടിക്കുന്നുണ്ട്, അവന്റെ സ്വഭാവം കൂട്ടുകാര് കണ്ടിട്ടുണ്ടാ, കൂട്ടുകാരൊന്നും ശരിയല്ല എന്ന് പറയുമ്പോ എന്റെ മോൻ ഉസ്താദിന് അസൂയ, ഉസ്താദിന് അസൂയ. പറയാൻ തന്നെ പലരും മടിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഈ മനുഷ്യന്റെ അവസ്ഥ നോക്കി നമ്മൾ പറയുന്നത്, എടാ ഈ 5 നേരം നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ക്യാൻസർ വന്ന് മരിക്കാറുണ്ട്, ട്യൂമർ വന്ന് മരിക്കാറുണ്ട്. കഞ്ചാവടിച്ച് കിടക്കുന്നവൻ പെട്ടെന്നങ്ങ് മരിച്ചു പോവാ, കിടപ്പൊന്നുമില്ല. അവനെ പിന്നെ അല്ലാഹ് കിടത്തൂലല്ലോ, പെട്ടെന്നങ്ങ് പോകത്തേ ഉള്ളൂ. എന്തേ കാരണം? നമ്മൾ പറയും, ഉസ്താദെ ഉമ്മായും വാപ്പായും കിടന്നിട്ട് വേദന സഹിക്കാൻ പറ്റാതെ കിടക്കും, സഹിക്കണില്ല ഉസ്താദെ. ആരാ നീ? നിനക്കട സഹിക്കാൻ പറ്റുന്നത്? അവര് രാജാവാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ഈ മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയാണ്, ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉയർന്ന പദവിയുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ ചെയ്യണ ഇബാദത്ത് കാരണം ഒരിക്കലും അവിടെ പോകാൻ പറ്റൂല. ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മം കാരണം സ്വർഗത്തിലെ ഈ ഉയർന്ന പദവിയിൽ മരിക്കുന്നവരെ ചെയ്താലും പോകാൻ പറ്റൂല. പിന്നെ എങ്ങനെ പോകും?
പിന്നെ എങ്ങനെ പോകും? അള്ളാഹു ഇതുപോലെയുള്ള ആ മൃഗം വന്നു കടിച്ച് കീറി തിന്നു, ആ വേദനകൾ മുഴുവനും അനുഭവിച്ചു. അതിനു പകരം അള്ളാഹു സ്വർഗത്തിൽ ആ പദവി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും ഒരു പനി വന്ന കാലിലൊരു മുള്ളുകൊണ്ട പാപം പൊറുക്കുന്ന, ഒരു പനി വന്ന് നേരം വെളുത്തു, രാത്രി ഒരു പനി വന്നു, രാവിലെയായി, ഒരൊറ്റ പനി കൊണ്ട് അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഒറ്റ പനി മതി സ്വർഗത്തിൽ പോകാൻ, ഒരൊറ്റ പനി മതി. പക്ഷെ നമുക്ക് പനി വന്നാലോ? പണ്ടാര ഈ സമയത്തിൽ വന്നല്ലോ അല്ലാഹ്. അതാ എടാ, ഹദീസ് നിങ്ങൾ എടുത്ത് നോക്ക്. ഒരു പനി വന്നാൽ തന്നെ സ്വർഗത്തിൽ പോകുന്ന, ഒരൊറ്റ രാത്രി പനിച്ച ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും പൊറുക്കുന്ന. പക്ഷെ നമ്മുടെ പാപം പൊറുക്കൂല. ആരാപ്പ പനി വന്നപ്പോ? അൽഹംദുലില്ലാ, നരകത്തിന്റെ തീയുടെ ചൂട് അതിന്റെ ഒരു അടയാളമാണല്ലോ. അൽഹംദുലില്ലാ പറയണ എത്ര പേരുണ്ട്? നാശം. കൊറോണയുടെ സമയത്ത് ഇപ്പൊ ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? കോവിഡ് ടെസ്റ്റ് ചെയ്യണ്ടേ? കുട്ടികളൊക്കെ ഉണ്ടല്ലോ. നാശമെന്നാ പറയണേ. അൽഹംദുലില്ലാ ആരെങ്കിലും പറയോ? പറമനുഷ്യന്മാരെ പറയോ? എന്താ മെമ്പർ ഈ സമയത്ത് ആരെങ്കിലും അൽഹംദുലില്ലാ പറയോ? ഇല്ല, മാറി നിൽക്കുന്നേ പറയത്തുള്ളൂ. എന്നാലൊരു പനി മതി പാപം പൊറുക്കാൻ. അതുകൊണ്ടാ പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തവക്കൽതു അലല്ലാഹ്. വരണ്ടവന് വരൂലേ? പേടിയുണ്ടോ? വരണ്ടവന് വരുവോ? എന്തും വരുവോ? ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? പറ്റുമോ? പറ്റൂല. എന്തൊക്കെ ഇട്ടാലും പറ്റൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉമ്മാടെ വയറ്റിൽ കിടന്ന പൻസാരി എന്നെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതെന്നെ. ഉമ്മാടെ വയറ്റിൽ കിടന്ന് 4 മാസം ആയപ്പോൾ അള്ളാഹ് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചവർക്കൊക്കെ വന്നു പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു ശിവ നൽകുമാറാകട്ടെ. ഇനി ആരുടെയൊക്കെ പേരുണ്ടെന്ന് അറിയത്തില്ല. അള്ളാഹു ആലം. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിന്റെ കാവൽ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. തവക്കൽതു അലല്ലാഹ്, അതാണ് ഏറ്റവും വലിയ ആയുധം. ഇതൊക്കെ ഇട്ടാലും, മാസ്ക് ധരിച്ചാലും, അകലം പാലിച്ചാലും, സാനിറ്റൈസ് ഉപയോഗിച്ചാലും, കയ്യിൽ ഉറയിട്ടാലും എന്ത് പറയണം? ഇതൊക്കെ ചെയ്തിട്ട് അവസാനം എന്താ പറയണ്ടേ? ഇതൊക്കെ ചെയ്തിട്ട് എന്താ പറയണ്ടേ? വേണ്ട, ഇതൊന്നും ചെയ്യണ്ട, അള്ളാഹ് തീരുമാനിച്ചല്ലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാലോ മൂലയിൽ കിടക്കും. ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, എന്നിട്ട് അൽഹംദുലില്ലാ നടക്കണം. പക്ഷെ അത് മാത്രമായി പോകരുത്. ഇതാണ് തടയുന്ന വസ്തു എന്നായി പോയാൽ പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ.